ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാരീസിലേക്ക് പുറപ്പെടും. ദ്വിദിന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത ആധ്യക്ഷ്യം വഹിക്കും. ആഗോള AI നയങ്ങൾ രൂപപ്പെടുത്തുക, നവീകരണം, ധാർമ്മിക ഉത്തരവാദിത്തം ഉറപ്പാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. പാരീസിലെ ഗ്രാൻഡ് പാലയസിൽ AI ആഗോള സംഭാഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഗവേഷകർ, സംരംഭകർ എന്നിവരും പൊതുസമൂഹ പ്രതിനിധികളും ചേർന്ന് ഭരണനിർവഹണം, സമ്പദ്വ്യവസ്ഥ, മൌലിക അവകാശങ്ങൾ എന്നിവയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. യുകെയിലും ദക്ഷിണ കൊറിയയിലും നടന്ന മുൻ AI ഉച്ചകോടികളെ അടിസ്ഥാനമാക്കി ആഗോള AI മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുവാനും ഉത്തരവാദിത്ത AI വികസനം പ്രോത്സാഹിപ്പിക്കുവാനും ശ്രമമുണ്ടാകും. ഫ്രാൻസിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം യുഎസിലേക്ക് തിരിക്കും. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവച്ചു. ഗവർണർക്ക് ഇന്നലെ ബിരേൻ സിംഗ് രാജിക്കത്ത് കൈമാറി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം രാജിവച്ചത്. സംബിത് പത്ര MP, സംസ്ഥാന മന്ത്രിമാർ, MLAമാർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഗവർണറെ കണ്ടത്. മണിപ്പൂർ നിയമസഭയുടെ 7ാമത് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകാൻ ഇരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ രാജി.